കേരള കോൺഗ്രസ് എം മുൻ ജില്ലാ പ്രസിഡന്റ് NM രാജുവിന്റെ വീട്ടിലെത്തിയ നിക്ഷേപകർ ക്ഷോഭത്തിലായിരുന്നു. സ്വദേശത്തും വിദേശത്തും വർഷങ്ങളോളം ജോലി ചെയ്ത് സമ്പാദിച്ച പണം നിക്ഷേപിച്ചവർക്ക് കബളിപ്പിക്കപ്പെട്ടു എന്ന തോന്നലാണ്. 50 ലക്ഷം രൂപ മുതൽ 25,000 രൂപ വരെ നിക്ഷേപിച്ചവർ പ്രതിഷേധവുമായി എത്തിയവരുടെ കൂട്ടത്തിലുണ്ട്. $5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഏകദേശം 2017 തൊട്ട് ഞാൻ അവിടെ നിക്ഷേപിച്ചതാണ്. ഇത് പൊട്ടിയെന്ന് പറഞ്ഞു. എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ഞാനത് വിഡ്രോവൽ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത് തന്നെ. അപ്പോൾ കൂടുതൽ ബഹളം വെച്ചപ്പോൾ എനിക്ക് കുറച്ച് പൈസ വന്നു, ബാക്കിയൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഈ ഒരു പ്രശ്നം കാരണം മോൻ്റെ വിദ്യാഭ്യാസം കൂടി മുടങ്ങിയ ഒരവസ്ഥയിലാണ്. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് കഴിഞ്ഞ 8 മാസമായി പ്രതിസന്ധിയിലാണ്. കാലാവധി പൂർത്തിയാക്കിയ നിക്ഷേപങ്ങൾ തിരികെ നൽകുന്നില്ല. പലിശ നൽകാതിരുന്നിട്ട് മാസങ്ങളായി. പണം എന്നു മടക്കി കൊടുക്കുമെന്ന ചോദ്യങ്ങളോട് വ്യക്തമായ മറുപടി സ്ഥാപന ഉടമയ്ക്കുമില്ല. ഈ പറഞ്ഞ ആളുകളുടെ പലരുടെയും പൈസ ഭാഗികമായി കൊടുത്തിട്ടുണ്ട്. ടൈം ഇപ്പോൾ പറയാൻ പറ്റുകയില്ല. ടൈം പറയുമ്പോൾ കാരണം ചില നടപടിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നടപടിക്രമങ്ങൾ മുൻപോട്ട് പോകുന്നു. വഞ്ചിക്കപ്പെട്ട നിക്ഷേപകർ നേരത്തെ നൽകിയ പരാതികളിന്മേൽ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി 10ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അവരിൽ പലർക്കും പണം തിരികെ നൽകി പ്രശ്നം പരിഹരിക്കാൻ ശ്രമം തുടരവെയാണ് കബളിപ്പിക്കപ്പെട്ടു എന്ന പരാതിയുമായി കൂടുതൽ പേർ രംഗത്തു വരുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലായി നിരവധി ശാഖകളുള്ള പണമിടപാട് സ്ഥാപനമാണ് നെടുമ്പറമ്പിൽ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.